ഈ 4ാമത്തെ സിഗ്നൽ പുഴയിൽ നിന്ന് ലഭിച്ച ട്രക്ക് എന്ന് സ്ഥിരീകരിക്കുന്ന ആ സിഗ്നൽ ലഭിച്ച ഡ്രോൺ പരിശോധനയിൽ ലഭിച്ച ആ മേഖല കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ നടന്നു വന്നത് എന്നതാണ്. എങ്കിൽ തന്നെയും ട്രക്കിന് അടുത്തേക്ക് പോകാൻ ഒരു ഘട്ടത്തിലും കഴിഞ്ഞില്ല എന്നതാണ് തന്നെയാണ്. പുഴയുടെ ഒഴുക്കിന്റെ ശക്തി നമ്മൾ പല ആവർത്തി പറഞ്ഞതാണ്. 6 നോട്ടിന് മുകളിലാണ് ശക്തിയിലാണ് പുഴ ഗംഗാവലി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത്. നാവികസേനയുടെ ഉദ്യോഗസ്ഥരൊക്കെ അറിയിച്ചത് പ്രകാരമാണെങ്കിൽ 2 നോട്ടിൽ ഒഴുക്കുള്ള സമയത്താണ് ദൗത്യത്തിനായി ഇറങ്ങുന്നത് ഏറ്റവും അഭികാമ്യമായ സാഹചര്യം. 3 നോട്ടാണെങ്കിൽ ഹെവി റിസ്ക് എടുത്തുകൊണ്ട് ഇറങ്ങാം എന്നതാണ്. പക്ഷേ 6 നോട്ടിന് മുകളിലാണ്. ആ ഒരു ഒഴുക്കിലാണ് ഈശ്വർ മാൽപേ 5 തവണ ഡൈവ് ചെയ്തിട്ടുള്ളത്. പുഴയെക്കുറിച്ച് അറിയുന്ന ഈ സ്ഥലത്തെക്കുറിച്ചുള്ള അറിവ്, മുൻ അനുഭവങ്ങൾ, പ്രാവീണ്യം എന്നിവയൊക്കെ കൈമുതലായുള്ള ഈശ്വർ മാൽപേ സംഘം 5 തവണയാണ് ഡൈവ് ചെയ്തത്. പക്ഷേ 5 തവണ ഇത്രയും റിസ്ക് എടുത്ത് ഡൈവ് ചെയ്തെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ കാത്തിരിക്കുന്നത് പോലെ അർജുന്റെ ട്രക്ക് ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്തേക്ക് എത്തുവാൻ ഡൈവിങ്ങിലൊന്നും കഴിഞ്ഞില്ല എന്നത് തന്നെയാണ്. ഇപ്പോൾ ഏതായാലും മധുവട്ടം പറഞ്ഞത് അവിടെ അവലോകന യോഗത്തിനായി നാവികസേനയുടെ ചില ഉദ്യോഗസ്ഥരൊക്കെ അങ്ങോട്ടേക്ക് പോയി എന്നത് തന്നെയാണ്. ഇതിൽ തന്നെയും കുറച്ച് ഉദ്യോഗസ്ഥർ ഇവിടെ തുടരുന്നുണ്ട്. നാവികസേനയുടെ ആ ബോട്ട് പുഴയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. തിരച്ചിൽ പൂർണ്ണമായി അവസാനിപ്പിച്ചു എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം അവർ പുഴയിൽ തുടരുന്നത് കൊണ്ട് തന്നെ ബാക്കി സെർച്ചിങ്ങിന്റെ ബാക്കി ഡീറ്റെയിൽസ്, ടോട്ടൽ അവലോകനം യോഗത്തിന് ശേഷം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പൂജ, തീർച്ചയായിട്ടും